جمال الوجود بذكر الإله وتصفو الحياة بنور هدى. السلام عليكم ورحمة الله وبركاته. الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد. ബഹുമാനികളെ, പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിലെ രണ്ടാമത്തെ തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവരാണ് നാം. നമ്മുടെ നോമ്പിനെയും നമ്മുടെ തറാവീഹിനെയും മറ്റു സുഹൃതങ്ങളെയെല്ലാം അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ. ബഹുമാനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫിലൂടെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ സമ്പാദ്യങ്ങള്, നമ്മുടെ സൗഭാഗ്യങ്ങള്, നാം ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കാളും ഉത്തമമായ രണ്ട് കാര്യങ്ങളുണ്ട്. അതേതൊക്കെയാണ്? അള്ളാഹുവിന്റെ റഹ്മത്താണ്, അള്ളാഹുവിന്റെ മഗ്ഫിറത്താണ്. ലമഗ്ഫിറത്തുൻ മിനല്ലാഹി വറഹ്മത്തുൻ ഖൈറും മിമ്മാ യജ്മഊൻ. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള സൗഭാഗ്യങ്ങളെക്കാളെല്ലാം ഉത്തമമായിട്ടുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ കാരുണ്യവുമാണെന്ന. മാത്രമല്ല, വളരെ താല്പര്യപൂർവ്വമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആൻ ഷരീഫിലൂടെ പറഞ്ഞിട്ടുള്ളത്. നബിയെ, എന്റെ അടിമകളെ അങ്ങ് അറിയിച്ചു കൊടുക്ക് നബിയെ, അന്നി അനൽ ഗഫൂറുർ റഹീം, തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. എന്റെ മഗ്ഫിറത്തിനെ കുറിച്ചും എന്റെ റഹ്മത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുക്ക് നബിയെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ബഹുമാനികളെ, രണ്ടാമത്തെ തറാവീഹ് നിസ്കരിക്കുന്നവരുടെ നമുക്ക് കിട്ടാനുള്ളതും ഇതാണ്. നാം ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടുള്ള സകല സൗഭാഗ്യങ്ങളെക്കാളും ഉത്തമമായ ഒന്നാണ് നമുക്ക് ഈ രണ്ടാമത്തെ തറാവീഹ് നമുക്ക് കിട്ടാനുള്ളത്. അതെന്താ? അള്ളാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്താണ്. മാത്രമല്ല, അതിനോടൊപ്പം നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു തആല അത് കൊടുക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ തറാവീഹ് നിസ്കാരം നമ്മിൽ നിന്നും സ്വീകരിച്ചു കഴിഞ്ഞാൽ മഗ്ഫിറത്ത് നമുക്ക് തരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നു എന്ന്, മഗ്ഫിറത്ത് കൊടുക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തെ തറാവീഹിന്റെ മഹത്വം പറയുന്നിടത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യുഗ്ഫറു ലഹു വലി അബവൈഹി ഇൻ കാന മുഅ്മിനൈനി എന്നാണ്. ആ തറാവീഹ് നിസ്കരിച്ച ആൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്നു, മുഅ്മിനീങ്ങളായ അവന്റെ മാതാപിതാക്കൾക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനികളെ, വിശുദ്ധമായ ഖുർആൻ ശരീഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഗൗരവത്തോടുകൂടെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അല്ലാഹുവിനെ ശിർക്ക് വെക്കരുത്. ഇബാദത്ത് ചെയ്യണം, ശിർക്ക് വെക്കരുത്. ഇതിനോട് ചേർത്ത് അല്ലാഹു തആല പറഞ്ഞത് വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യണം, ഇഹ്സാൻ ചെയ്യണം എന്നുള്ളതാ. ബഹുമാനികളെ, നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് കൊടുക്കാൻ പറ്റിയ വലിയൊരു സമ്മാനമാണ് മഗ്ഫിറത്ത് എന്നുള്ളത്. അത് നമ്മുടെ തറാവീഹിലൂടെ അവർക്ക് കിട്ടുമ്പോൾ നമ്മൾ അവർക്ക് ഇഹ്സാൻ ചെയ്തതുപോലെയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്ത് കിട്ടിയവരിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Allah, 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 Allah.